ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ. ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു ഈസി പോളൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പിൽ ഒരു കുറച്ച് കുറവായിട്ട് പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രം എടുത്താൽ ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് സമയം അങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ആ പഞ്ചാരയൊക്കെ ഒന്ന് മെൽട്ടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ പോളൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ നമ്മൾ അവിടെ തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് കാത്തു വെക്കുക. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട സമയം വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടി മെൽട്ടായി വരാൻ സ്പീഡ് കുറവാണെങ്കിൽ കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുക. അങ്ങനെ നമ്മൾ അവിടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോയാലും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നമുക്ക് അത് വെയിറ്റ് ചെയ്യാം മെൽട്ടായി വരുന്നത് വരെ. ഇതാ നമ്മുടെ കാരമലൈസ് ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് വെയിറ്റ് ചെയ്യാം. ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിക്കുമ്പം പിന്നെ കട്ട കെട്ടിയ പോലെയൊക്കെ അതിൽ കാണും, പക്ഷെ അതൊന്നും സാരമില്ല. പാല് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ മെൽട്ടായി വരും. ആ സമയം നമുക്ക് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴത്തേക്കും ക്യാരറ്റിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല ലൂസ് കണക്റ്റിലായി വരും. ആ സമയം നമുക്ക് നല്ലോണം ഒന്ന് വറ്റിക്കാൻ വേണ്ടി വെക്കാം. ഇതാ നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു കോലം തന്നെ കണ്ടില്ലേ, നല്ലോണം ഇതൊക്കെ ഒന്ന് മെൽട്ടായി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുക്കാം. അപ്പോഴത്തേക്കും അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 4 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബീറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ബാക്കി മധുരത്തിന് നോക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. നല്ലോണം പതഞ്ഞ് പൊങ്ങുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഞാൻ 1 കപ്പ് മൈദപ്പൊടി ഒന്ന് ജസ്റ്റ് അരിപ്പയിലിട്ടിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പകുതിയായിട്ട് ഒന്ന് വിസ്കോ വെച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കാം. ബീറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സമയം. വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലോ വെച്ചിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കാം. അങ്ങനെ ബാക്കിയുള്ള മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച ക്യാരറ്റില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അഥവാ കട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഇളം പാലോ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ നല്ലതായിരിക്കും. കണ്ടില്ലേ, നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട, അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റുമാണ് സ്മെല്ലുമാണ്. നമുക്കിനി സെയിം പാനിൽ തന്നെ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ബാറ്ററും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 20 to 25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. മുകൾ ഭാഗമൊക്കെ കുക്കായിട്ട് ആ സമയം ആകുമ്പോഴേക്കും ആയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള പോളകളും കേക്കും ഒക്കെ തയ്യാറാക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലുള്ള പാനിൻ്റെ അടിയിൽ അല്ലെങ്കിൽ പഴയ ഒരു പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീലിൻ്റെ പ്ലേറ്റോ പഴയത് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഓവർ ഹീറ്റായിട്ട് നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം വേഗം കരിഞ്ഞു പോകും. അപ്പോൾ മേലയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പൊത്തി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 25-20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതാ നമ്മുടെ പോള നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സ്മെല്ല് തന്നെ ഭയങ്കരമാണ്.
ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ.